ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാം ഫോൺ വെക്കാൻ ഒരു സംവിധാനമില്ല. ചൂടെടുക്കരുത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഹലോ, അവൻ തന്നില്ലേ? ദൈവമേ ദൈവമേ, കുഴപ്പമില്ല, ശരിയാവും. നമുക്ക് ഒറ്റയ്ക്ക് ലൈവ് ചെയ്യാം. എന്തൊരു ചൂടാ. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കമാൻഡ് വരില്ല കേട്ടോ, സ്റ്റിക്ക് അയക്കുക, അത് കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ശരി. ഹലോ, കമാൻഡ് വരുന്നില്ല, സ്റ്റെക്കാ. കുഴപ്പമില്ല, അവന് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യാ, നമുക്ക് വെയില് അത് വേറെ കാര്യം, ഇല്ലെങ്കിലും എല്ലാത്തെയും സുത്തിപ്പാത്ത് അങ്ങനെ വരലാണ്. ഹലോ കൂല முருகா, என்ன முருகா அப்படி ஒரு சோதனை? மெஹர்பான் மெஹர்பான் ஒரு கப்பந்தி மெஹர்பான். വൈകുന്നേരത്തെ ശരിയാകും. എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ നമുക്ക് ഒരു 24 മണിക്കൂറിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചൂടെടുക്കുന്നു വല്ലാണ്ട്.
ഹലോ, സുഖമല്ല എല്ലാവർക്കും? സുഖമായിരിക്കുന്നോ? ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്നലെ വൈകുന്നേരത്ത് കമൻറ്റ് ഒന്നുമില്ലല്ലോ, അതുപോലെ ശരിയാവും. വൈകുന്നേരത്ത് ശരിയാകും. എന്ത് ചെയ്യാനാ, ലൈവിന് വേണ്ടി റെഡി ആയിട്ട് വന്ന ഓരോ പ്രശ്നങ്ങൾ. ഫോണിൻ്റെ ആണോ എന്നൊരു സംശയം. ഫോണ് കുറച്ച് ഹാങ് ഒക്കെ ഉള്ള സെറ്റാണ്. ചൂട് വേണമെങ്കിൽ സഹിക്കുന്നില്ല, എന്തൊക്കെ ചെയ്യാം. ചൂട് സഹിക്കുന്നില്ല ഫ്രണ്ട്സ്. എന്താ ചെയ്യുക, മഞ്ഞിൽ കുളിക്കും ദൈവമേ. കഥ പറഞ്ഞാലോ? അത്രയും പറയാൻ കമന്റ് ഉണ്ടാവില്ല. കഥ പറഞ്ഞാലോ? കഥ എന്തെല്ലാം ആരൊക്കെ ഉണ്ട്, എന്തായാലും ലൈവില് ഉണ്ട് അല്ലേ? എന്തായാലും ഫ്രണ്ട്സ്, എനിക്കിവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല ഫ്രണ്ട്സ്. ഫുഡൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഗമാനൊന്നും വരുന്നില്ല. ഇന്നലെ രാത്രി സ്റ്റക്കായതാ, ഇന്നും ശരിയായിട്ടില്ല. ഉടനെ തന്നെ ശരിയാവുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറ്റകുറ്റപ്പണികൾ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. എന്നിട്ട് ഫ്രണ്ട്സ്, ഹലോ. മാച്ചുള്ള കമ്മലൊക്കെ ഇട്ടിട്ട് വന്നു. എന്താ ചെയ്യാ? മുത്തുമണിമാല എണ്ണി തൊട്ട് തൊട്ട് താലാട്ട് തിക്കത്തിലെ സേല. നല്ല മുത്തല്ലേ, നമുക്ക് എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഷോളിലാണ് കേട്ടോ, ഭംഗിയില്ലേ? ഷോളിന്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, വെറുതെ. പുറത്തു പോയാലോ ഫ്രണ്ട്സ്? ഔട്ട് സൈഡ് ലൈവ്. വെയില്, അതാണ് ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കുനിയമുത്തൂർ പോയേനെ. എന്തായാലും കമന്റ് ഒന്നും വരുന്നില്ല. എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നേനെ കേട്ടോ, ഫുള്ളായിട്ട് റൗണ്ട്സ്. என்ன பண்றது, എന്ത് ചെയ്യാം മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുരുവായൂരപ്പ മുരുക, അയ്യപ്പ മുരുക കാക്കണേ. എന്താ ഇങ്ങനെ കമാൻഡ് വരാത്തെ? എന്നിങ്ങനെ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും പരീക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിൽ. ഓരോരോ പ്രശ്നങ്ങൾ. കുഴപ്പമില്ല. காத்திருந்து காத்திருந்து காலங்கள் போகுதடி.
റീൽസ് ചെയ്യാം. ഉരുകി 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 ഉരുകിപ്പോ ഉന്നെ ഇപ്പൊ പാക്കണം ഒന്ന് വരൂ വരൂ കമന്റ് വരൂ പ്ലീസ്. കാണുന്നില്ല കേട്ടോ. കമന്റ് അയക്കുന്നുണ്ടാവുമായിരിക്കാം ഫ്രണ്ട്സുമാര്. ഇവിടെ കാണുന്നില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? സുഖമാണോ ഫ്രണ്ട്സ്? മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല ചൂട്. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. എന്താണെന്ന് ചോദിച്ചു, കുറേ പേര് ചോദിക്കുന്നുണ്ടാവും. തൈര് ചോറ്, ലേഡീസ് ഫിംഗർ, ഉപ്പേരി, എന്താണ് എന്താ പറയുന്നത്, വേറെന്തോ പറയുന്നത്, മെഴുക്കു വരട്ടി എന്നൊക്കെ പറയും. കഴിച്ചു. ലൈവിൽ വന്നു, പക്ഷേ കമൻറ്റ് കാണുന്നില്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇതേപോലെ ആയിരുന്നു ലൈവ്. ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു വർത്തമാനം പറയുന്നത്. വീഡിയോ മാതിരിയായില്ലേ അല്ലേ? ഇതിനെക്കാട്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കണം ബെറ്റർ അല്ലേ? കാര്യമില്ല കേട്ടോ, കാര്യമില്ല. വരും എന്ന് പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നു. കമാൻഡ് വരൂ വരൂ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ എന്താ പാലക്കാടിലെ ലൈവ്. വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേറെ വഴിയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, കമൻ്റ് ഒന്നും കാണുന്നില്ല. ഭയങ്കര ചൂട് സഹിക്കുന്നില്ല ഫ്രണ്ട്സ്. വൈകുന്നേരത്ത് ശരിയാകും എന്തായാലും. ഫോണിന്റെ കംപ്ലൈന്റ് ആണോ ഇനിയിപ്പോ നെറ്റ്വർക്കിന്റെ എന്തൊക്കെയോ പ്രശ്നമാണോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. വരും, ഉടനെ തന്നെ ശരിയാകും. അന്ന് ഇതുപോലെ ഇങ്ങനെ സംഭവിച്ചിട്ട് വൈകുന്നേരത്താണ് ശരിയായത്. നമ്മൾ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ലൈവ് ചെയ്തത്? ഒരു 11 മണിക്കല്ലേ. അപ്പൊ അതേ 11 മണിയാകുമ്പോ ശരിയാവുന്നതായിരിക്കും. ചെല്ലക്കുട്ടി ഒന്നും വന്നില്ല. അയ്യോ, തൊട്ട വീട്ടിൽ പോട്ടോ, തൊട്ട വീഴും. ചെല്ലാം, വിട്. ഒന്നും വരുന്നില്ല. ബസ്സും ഇല്ല, ബലൂണില്ല, ഹാർട്ടില്ല, മിഠായില്ല, ഒന്നുമില്ല. ഒന്നും വരുന്നില്ല. ചെല്ലാം. വായിന്നൊക്കെ കൈയെടുക്കണം. എല്ലാരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടിക്കൊടുക്ക് പ്ലീസ്. പാട്ട് പാട്. സൗണ്ട് പാടണം. സൗണ്ട് ശരണമപ്പ അയ്യപ്പ പന്ത. പിന്നെ അടുത്ത പാട്ട്, വേറെ പാട്ട്. സ്റ്റൈല് പാട്. സൂപ്പർ സ്റ്റൈല് കേട്ട. ഹലോ
ശരി അറിയിക്കാം. പോയിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചോ. ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യം? നമുക്കൊന്ന് മുട്ടായി ചോക്ലേറ്റ് ഹാർട്ട് നമ്മതാൻ പോടണപ്പാ. ഹാർട്ട് വരാതിപ്പാ. ഹാർട്ട് ഹാർട്ട് இரு நம்ம கமெண்ட் போட்டுக்கலாம். ஹாய் மை DEAR dear friends friends. Hi my dear friends. Good. ഇരുമോ കൈ വലിക്കുക. ഇരു പൂവ്. I love you. Good. Ta. I love you. പൂവ്. 5 പൂവോ? 1 4 5 6 തനി കുടിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ്. എന്ത് ചെയ്യാനാ, കമാൻഡ് വരുന്നില്ല. ചൂടെടുത്തിട്ട് പോയി. ചൂട് ഉരുകി പോകുത് വെയില്. ശരി പോയി പടുത്തുങ്ങ. ചാച്ചുറങ്ങ ഉക്കറ് വേണ്ട. അല്ല ഒന്നുമേ വരമാട്ടാങ്ങ. തലയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ലൈവ് ഇങ്ങനെ ആയിപ്പോയില്ലേ ഭഗവാനെ. സ്റ്റൈലതാ, സൂപ്പർ സ്റ്റൈലതാ. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നാലും നമ്മുടെ ലൈവ് ഇങ്ങനെ ആയിപ്പോയില്ലേ ഫ്രണ്ട്സേ. എപ്പോഴും നമുക്ക് ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഫ്രണ്ട്സ്. എന്ത് ചെയ്യാനാ? മുടിയില് ഫ്രണ്ട്സ് തൊണ്ടവേദനിക്കും. അയ്യോ ചൂടെടുത്ത് ഉരുകണല്ലേ ഭഗവാനെ. ഉരുകുന്നു.
വൈകുന്നേരത്ത് ശരിയാകും. എനിക്ക് വയ്യാണ്ട. ചിരി വരുന്നു എനിക്ക് ഫ്രണ്ട്സ്. എന്നു വരും എന്ന് പറഞ്ഞ പോലെ ആയി. എന്നു വരും എന്നു വരും എൻ്റെ നില പന്തലിൽ. എന്നു വരും എന്നു വരും എൻ്റെ നില. അയ്യോ എന്ത് പറ്റി? കളർ ഡിമ്മാവുന്നേ. ആ നമുക്കൊരു റീസ്റ്റാർട്ട് അടിച്ച് നോക്കട്ടെ ഫ്രണ്ട്സ്. അവിടെ തന്നെ ഇരിക്കണേ, നോക്കാം. നമുക്ക് റീസ്റ്റാർട്ട് അടിച്ച് നോക്കാം. റീസ്റ്റാർട്ട് അടിച്ച് നോക്കി. എറോ മറ്റേ കുറ്റപ്പണികളൊക്കെ ചെയ്ത് നോക്കി, ഒന്നും നടന്നില്ല. പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. ആയിരിക്കും എൻ്റെ ഗതി. എൻ്റെ എന്താ പറയാ, പല്ലക്കിൽ കേറാമോ തരങ്കാരി, അടി മുല്ലപ്പൂ ചൂടാമോ തരങ്കാരി. அப்படி அம்மாடி முருகா, என்ன என்ன மனமுள்ள பொண்ணு என்ன மருதையில கேட்டாக, மன்னார் குடி கேட்டாக. ഒന്നും ആയില്ല. റെഡിയാവുന്നു തോന്നുന്നില്ലല്ലേ? കമന്റ് വരൂ, കമന്റ്. അയ്യോ കടവുളേ മുരുക. എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാനാ, പാവം ഞാൻ. കമന്റൊന്നും വരുന്നില്ല. ശരി, പാല് കുടിക്കാം. പാല് കുടിക്കാമല്ലോ. ഒരേ നിമിഷം, ഒരു മിനിറ്റ് കേട്ടോ. വന്നു എന്താ ചെയ്യാ ഫ്രണ്ട്സ്, എന്താ ഞാൻ ചെയ്യാ? ഓ, ഇവിടെ ഈ ചൂടത്തിരിക്കുന്നതിനെക്കാട്ടിയും പോരാത്ത ചാർജ് വേറെ കുത്തിയിട്ട് വെളി പോവാ. എൻ്റെ അമ്മേ പൊട്ടിത്തെറിക്കുന്ന വെയിലേ. ചിക്കെടുത്തിട്ട് നിൽക്കാന്ന് തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ട് സംഭവം. സമയം നമുക്ക് റീൽസ് ചെയ്യാമോ? അയ്യപ്പാ മുരുക, നല്ല തെരിയുത്.
ഇല്ലല്ല ലൈവില് ലൈവ് പുളി തല്ലാണ് പുളി തല്ലിയ ഞങ്ങൾ പുളി തല്ലാന്ന് പറയും. ലൈവാണ് ഒന്ന് മതി. മധുരമുണ്ടാ? പുളിപ്പാ? പുളിപ്പാണ്. പുളി പുളി ഞാനിങ്ങനെ ലൈവിലേക്കൊന്നും കഴിക്കില്ല. ഫ്രണ്ട്സ് കമന്റ് വരുന്നില്ല ഫ്രണ്ട്സേ. പുളിയെങ്കിലും കഴിക്കാന്നാ തോന്നുന്നത്. അത് ആൻസർ പറയുന്നതിൽ ഇത് വരുന്നില്ല, കമാൻഡ് വരുന്നില്ലെന്ന്. എന്തുകൊണ്ടോ ഒരു പ്രശ്നം, എന്തോ ഒന്ന്. നല്ല പുളിപ്പ്, നല്ല പുളിപ്പ്. കാണുന്നുണ്ടോ? പുളി തല്ലാണ്. ഇവിടെ ഇരിക്കണം. ഇന്ന് വരുന്ന ഒന്നുമില്ല. പുളിപ്പ് സഹിക്കുന്നില്ല. നല്ല പുളി ഇല്ല, അത് തന്നെ വേണം. കൊഞ്ചം പോട്ട പോകുന്നില്ല. കുളമ്പ്, മീൻകുളമ്പ്, രസം, പുളിച്ചോറ്. എന്തിനാ 40? ഓ, കുരു കൊടുക്കാന്ന് വെച്ചത്. അതെ, നാട്ടുപുളി. അത് വേണം, ഞാൻ കടയിൽ പഠിക്കും. ആർക്കൊന്നും വേണ്ട. പുളിച്ചോറ് ഉണ്ടാക്കുമ്പോ വേഗം തരും. എന്താണ് ചൂട് ചൂട്. കമാൻഡ് എന്ന് വരും തോന്നുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സേ, മൈ ഡിയർ ഫ്രണ്ട്സ്. ഫുഡൊക്കെ കഴിച്ചോ? ഇന്നെങ്ങനെ പോട്ടെ. അല്ല, ഇപ്പൊ വേറെ വഴിയില്ല. സ്റ്റിക്ക് വെച്ചിരിക്കാം. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ.
ഗവൺമെന്റ് മേടിക്കാം. പാട്ട് പാടാന്ന് വിചാരിച്ച ஒரு பாட்டு பாடணும். அக்கா ஏதாவது சொல்லுங்க, நீங்க நாட்டு வைத்தியம் பத்தி ஏதாவது சொல்லுங்க. அது சரிதான். போய் தூங்க, போங்க போங்க. என்ன செய்யணும்னாக்க அது வைத்தியம் சொல்ல மாட்டோம். சும்மா என்ன செய்யறது அதுதான். தலைவலி காய்ச்சல் அதெல்லாம் പറയണം. இங்கே போகிறோம் அப்படிங்களா? கோழி முட்டையெல்லாம் சாப்பிடக்கூடாதுங்க. எங்க கேரளாவுங்களா? அச்சோ. அப்படிங்களா? ചിക്കൻ ചൂടല്ലേ, അത് ചൂടുണ്ടല്ലോ. എന്താ മുടി വന്നിരിച്ച് മുട്ട കഴിക്കണമാ? ശരി. പുളി കഴിച്ചു, കുരുവും മിച്ചം. ചിലപ്പടി തൂക്ക് വലിയടി. ஏப்பா போய் தூங்குங்க. ஃபேன் ஆஃப் ஆக்கிட்டு வாங்க. அப்போ ஃபேன் ஃபுல் ஸ்பீடில் ஓடிட்டு இருக்குது, கரண்ட் பில் ஜாஸ்தி ஆயிடும். போங்க, போய் ஆஃப் பண்ணிட்டு வாங்க. சரி, மேலே போயிட்டு அக்கா என்ன பண்றான்னு பார்த்துட்டு வா. கரண்ட் பில் கட்டிடுச்சுங்க. நீங்க கட்டிட்டீங்களா? எவ்வளோங்க? 1250. இங்க 1300. அதிகம் தாங்க. அங்கேயும் வெயில் அதிகம் தான், மழைയൊന്നും இல்லை. இப்பிராവശ്യം நல்ல மழை பெய்யும் இல்லைங்களா? பெய்யும் மழை பெய்யும். ஏன்னா அவ்வளோ சூடா இருக்கு இல்லைங்களா? அதனால மழை நல்லா இருக்கும்னு நினைக்கிறீங்க. மயக்கம் வருது. மயக்கம் வருது. அது வெளியில் போகும். ஏசி வாங்கணும். கிச்சன் இல்ல, ஏசி வந்து ஹால்ல தானே வச்சிருக்கீங்க. அப்போ டோர் இல்லைங்களா கிச்சனுக்கு? வரும். தூங்குமா?
சமையல் மேலுக்கு வீடியோ போட்டா கூட நல்லா பார்ப்பாங்க. நமக்குதான் சமைக்கவும் தெரியலையே சரியா. போட்டு கிராமத்து சமையல் செம்மையா சமைக்கும். அது டிவியில அளவுக்கு வந்துருச்சு. அவர் வந்துட்டாரு. செம்மையா சாப்பிடுவோம்ப்பா, செம்மையா சாப்பிடுவோம். வீடியோ வந்து நல்லா புதியலாம் செய்தி இதெல்லாம் வந்துச்சு. சரி சரி சரி. செம்மையா அதுதான் ஆசிரமத்துல போட்டாச்சு. அப்போ கொஞ்சம் தண்ணி வச்சுட்டு கதை வரையணும். முட்டை வாங்கிட்டு வந்தேன் கேக்குறாங்க. அக்கா கிட்ட போய் புளி வாங்கிட்டு வா. புளி 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 சாப்பிடலாம். எந்திரி எந்திரி. அக்கா கூப்பிடுறாங்க. முட்டை கையில இருக்குதாம்மா. அக்கா கையில இருக்குதா. மெதுவா மெதுவா மெதுவா. എന്ത് കഷ്ടം പറയുന്നത്. ഹലോ എന്നാലും ക്യാമറ നോക്കിക്കൊണ്ടിരിക്കില്ല. 2 മണി കഴിഞ്ഞിപ്പോ എന്താ ചെയ്യാ ഫ്രണ്ട്സ്. വെയില് നോക്കൂ. വെയില് പൊട്ടിത്തെറിക്കുന്ന വെയിലാണ്. നമ്മളതിനകത്ത് ഇരിക്കണം. കുഴപ്പമില്ല. കുറച്ച് വെളിയിൽ പോകുന്ന വിചാരിച്ചാൽ ഈ വെയിലത്ത് എങ്ങനെ പോവാം. എന്തായാലും ഇനി കുറച്ച് നേരമേ ഉള്ളൂ. സമയമായി. എത്ര നേരം നോക്കട്ടെ. 39 ഇനി 10 മിനിറ്റ്. ഇനി 10 മിനിറ്റിനുള്ളിൽ പോവാം. പോണം. அப்படியா?
എന്ത് ചെയ്യാനാ ഫ്രണ്ട്സ്, മാറ്റി വരണ്ടായി. അപ്പം ഫുൾ സ്പീഡിൽ ഇവിടെ ഫാൻ ഓടുമ്പോ നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നേ അല്ലേ ഫ്രണ്ട്സേ? കുറച്ചേരം നമുക്ക് ഇവിടെ ഇരിക്കാം. എന്റെ കമാൻഡ് 3 എണ്ണം കിടപ്പുണ്ട് ഇവിടെ, 2 എണ്ണം. എന്റെ കമന്റുകൾ കണ്ടുകൊണ്ടിരിക്കട്ടെ. My dear friends, മുഖത്ത് കുരു വന്നിരിക്കുന്നു, എന്താണെന്നറിയില്ല. കുരു പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, കരളിനിലെത്തിയാണു പെണ്ണേ. സ്റ്റിക്ക് വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലോങ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഹൈ സ്പീഡ് ഫാൻ കറങ്ങുന്നുണ്ട്, ജോളി ആയിട്ടിരിക്കുന്നു. എത്ര കമാൻഡ് വായിക്കണം, കഷ്ടായിപ്പോയി എന്റെ കാര്യം. ഒന്നും കൂടി റീസ്റ്റാർട്ട് അടിച്ച് നോക്കാം അല്ലേ? വെറുതെ ലൈവ് വന്ന ഭ്രാന്താണെന്ന് പറയില്ല, നിങ്ങൾക്ക് തന്നെയാണ് പണി എന്ന് പറയും, ഇല്ലെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഒന്നും കൂടി റീസ്റ്റാർട്ട് അടിച്ച് നോക്കാം വരുമോ എന്ന്. നോ, വരുന്നില്ല. ഞാനിരുന്ന് കരയും. എന്തായാലും എൻ്റെ ഫ്രണ്ട്സുമാര് ഇരിക്കുന്നുണ്ട്, ഫുൾ സപ്പോർട്ടാ, പാവം. കമാൻഡും കൂടി വായിച്ചാണെങ്കിൽ എത്ര നന്നായിട്ടുണ്ടാവും, സന്തോഷമായേനെ. ഇല്ലാത്തൊരു ചതിയായി പോയില്ലയോ? ഇനി 10 മിനിറ്റേ ഉള്ളൂ. ചേച്ചി പോയിട്ട് വൈകുന്നേരത്ത് വരും, വൈകുന്നേരത്തെ റെഡിയാകും. ഞാനാ പറയണത്. കാരണം എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ പ്രശ്നമായി പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ സമയം തരും. 43 അപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞാ ഒക്കെ റെഡിയാകും ഇല്ലയോ ഫ്രണ്ട്സേ? അവിടെ നിന്നിട്ട് ഒന്നും പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് 1 മണിക്കൂർ ചെയ്യണം, ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും പോവില്ല. ഇല്ലെങ്കിൽ ഞാനൊരു 3-4 ലൈവ് മിസ് ചെയ്തിട്ടുണ്ട് ഈ മാസം. അതുകൊണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ ആർക്കും പോകുന്നില്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. കീഴെ പോയിട്ടണോ? എനിക്ക് വയ്യടാ, ഇവിടെ നോക്ക് കാറ്റുണ്ടല്ലോ. എനിക്ക് വയ്യടാ, ചൂട്. എനിക്ക് പറ്റില്ല. വാ പുളി എടുത്തിട്ട് വാ. അമ്മയ്ക്ക് ഒരു പുളി എടുത്തിട്ട് വാ, ചിന്നതാ. ചിന്നത്. അങ്ങനെ ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു നോട്ട പുളി കഴിച്ചു. ലൈവ് വേണ്ട, അതൊരു ഉപകാരമുണ്ട്. ചെമ്പകപ്പൂ 嗯。
അതില്ല, വേറെ അക്കാക്കിട്ട് വാങ്ങിട്ട് വാ, അക്കാക്കിട്ട് വാങ്ങിട്ട് വാ. ആരൊക്കെയോ ലൈവിലുണ്ട്. 4 പ്രൊഫൈൽ ഫോട്ടോ മാത്രം കാട്ടുണ്ട്. അത് പുതിയ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നേ. നടക്കൂല നടക്കൂല നടക്കൂല. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹാർട്ടൊക്കെ കഴിക്കട്ടെ. എന്റെ ലൈവില് ഞാൻ ഹാർട്ട് അയക്കാതെ പിന്നെ ആരയക്കണം? ഇതൊക്കെ എനിക്കിതൊക്കെ മിസ്സാണ്. കഴിക്കട്ടെ. വല്ലാത്തൊരു കഷ്ടായി പോയി. സ്വന്തം ലൈവില് കമാൻഡ് ഇടണ്ട ഇത് വന്നു. യെല്ലോ കളർ ഹാർട്ട്, ഒരേ ഹാർട്ട് അയച്ചുകൂടാ. എന്താപ്പോ വെറുതെ ഇരിക്കണം. ബ്ലൂ കളർ ഹാർട്ട്, റെഡ് ഫസ്റ്റ് അയച്ചു കേട്ടോ. ഗ്രീൻ കളർ ഹാർട്ട്. വല്ലാത്തൊരു കഷ്ടായി പോയ എന്റെ കാര്യം. ഇത് അടിപൊളിയല്ലേ കളറ്? ഈ കളർ വന്നിട്ടുണ്ടാ ഫ്രണ്ട്സ്? എങ്ങനെയുണ്ട്? വൈറ്റ്. ഓ വേറെ ലെവല്. പുളി എടുത്തോ? പുളി പുളി. പുളി എടുത്തിട്ട് വരാൻ പറഞ്ഞ പുളിങ്കുരു എടുത്തിട്ട് വരുന്നു. ദൈവമേ. ബ്ലാക്ക്. ബ്ലാക്ക് കൈ തൊട്ട് തൊട്ട് ഇപ്പൊ ഫിനിഷിങ് ആവും. അതന്നെ. ഓറഞ്ച്. ഓറഞ്ച് കളർ വേറെ എല്ലാം അയച്ചു. ഇതിലുള്ള ഹാർട്ടൊക്കെ അയച്ചു. അപ്പൊ സമയം ആയോ നോക്കട്ടെ. അപ്പൊ കൈ കടയുന്നു. 50 ആകുന്നു. ഇനിയും 10 മിനിറ്റ്. ഇനി 10 മിനിറ്റേ ഉള്ളൂ. അതെ. എല്ലാവർക്കും ഒരു ചിരിയെങ്കിലും കൊടുക്കണ്ടേ? ചിരി. എന്തെങ്കിലും കഥയൊക്കെ പറയാന്ന് വിചാരിച്ച എന്ത് കളിയാക്കുമോ എന്നൊക്കെ പേടിയായിട്ടാണ്. അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞാന്നേ. ഒരു കഥ പറഞ്ഞാണെങ്കിൽ ഇപ്പോ തീർന്നിട്ടുണ്ടാവും. ഇതല്ലേ പുളി 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 പുളി. ഇതില്ലേ പുളി. പുളി പറ. പുളി കുരുവല്ല, പുളി. ഫ്രണ്ട്സ് റീൽസ് ചെയ്യാലേ? എന്തായാലും അടിപൊളി ലൈവ് അല്ലേ? ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്ന ലൈവായി പോയി. നല്ല ലൈവില്ലേ? എന്തായാലും ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം. ഇങ്ങനെയൊക്കെ പിടിച്ചു നിക്കണം. അല്ലാതെ ഇത് ചെയ്യാനാ? അത് വരുന്നില്ല. എന്റെ ഫോണിന്റെ കുഴപ്പമാണോ? പിന്നെന്താണ് ഫ്രണ്ട്സ്, ഇവൾക്ക് നല്ല വട്ടായ ലൈവ് ചെയ്ത് 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 വട്ടായതാ തോന്നുന്നത് വിചാരിക്കും. വട്ടൊന്നുമില്ല ഫ്രണ്ട്സ്. അതെന്നാ? ഓക്കെ ബേബി. 1 1 4 5 കുരു.
പുളി എടുത്തിട്ട് വാടാ പറ, പുളിങ്കുരു എടുത്തിട്ട് വരുന്നു. ശരി, അവൻ അതേ അറിയൂ. പിടി 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 മോനെ പിടി. ഒന്നും കൂടി റീസ്റ്റാർട്ട് ആയിക്കിട്ടേ. ഇതേ പോകുന്നു. ലൈക്ക് വന്നു കേട്ടോ, ലൈക്ക് വന്നു, ലൈക്ക് കാണുന്നുണ്ട് കേട്ടോ. ലൈക്ക് വരുന്നത് ഇപ്പൊ കണ്ടു, ഒരു 4-5 പോയി. അവിടെ നിന്ന് പിന്നെയും സ്റ്റെക്കായി, കമന്റ് വരുന്നില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താ പാലക്കാടിന് ഇങ്ങനെ ഒരു അവസ്ഥ. ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് രാത്രി ശരിയാകും കേട്ടോ, വല്ല ശരിയാക്കി എടുക്കാം. ഓക്കെ അല്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഇപ്പൊ ചപ്പാത്തിയോ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കായിരുന്നു. സമയക്കിലകൾ കിട്ടിയിട്ട് ഒരു കുക്കിംഗ് എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു, കുക്കിംഗ് ചെയ്യാമായിരുന്നു. ആ ഒന്ന് വൈകുന്നേരത്തും ഇതേ അവസ്ഥയാണെങ്കിൽ നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം, ബിരിയാണി ചെയ്യാം. മമ്മി അയച്ചതാ, മമ്മി അയച്ചതാ തങ്കോ. വൈദ്യുതി പോകട്ടോ. പിന്നെ നന്നായിട്ടുണ്ടാവും വിചാരിച്ചത്. പിടി. പുതിയ ഫ്രണ്ട്സ് കണ്ടെന്നാ തോന്നുന്നു അല്ലേ ഫ്രണ്ട്സ്? ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് പറയുന്നില്ല ഞാൻ. അയ്യോ അയ്യോ, എന്തായാലും ഇപ്പൊ ആരെന്ത് കമാൻഡ് അയച്ചാലും കാണുന്നില്ല. പറയരുത് ചേച്ചിനെ ഒന്നും പറയരുത് കേട്ടോ, പാവാണേ. നല്ല കമാൻഡ് വിട്ടാ മതി കേട്ടോ. 53 അപ്പാടി, 7 മിനിറ്റ് ഉണ്ട്. 1 2 അപ്പങ്ങളെമ്മാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനക്കായി. കച്ചവടം പട്ടിയപ്പോൾ വട്ടായിപ്പോയി, വട്ടായിപ്പോയേ, വട്ടായിപ്പോയേ. എന്നൊരു പാട്ടുണ്ട്. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുവാൻ ശ്രീരാഗം ഓളം മഞ്ഞിൽ കുളിരുള്ള വായിനി ആയിഷ. പിന്നെ അങ്ങനെ പോയി പാട്ടോടെ നമുക്ക് നിർത്താം. വേറെ എന്ത് പാട്ട് പാടാ? മണ്ണും മഴയും പ്രേമിക്കും നേരം, കാറ്റും മണവും കെട്ടിപ്പുണരും, പൂവും കോയിലും കൂട്ടിനു ചേരുമ്പോ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പൂങ്കവനമില്ല, പൂത്തവനമില്ല, ചുറ്റിക്കറങ്ങുവാൻ വാഹനമൊന്നില്ല, താമര ചേരുള്ള സുന്ദരി പെണ്ണെ നീ ഓമനത്തിങ്കള ചേരുമോ മാനത്ത്. പാലാണു പ്രേമം, തേനാണു പ്രേമം, കരളിൽ കാതിരിട്ട പ്രേമം, മണ്ണിലിൽ സ്വപ്നം കണ്ട് സ്വർഗം തീർത്ത പ്രേമം. എന്നെ ഒന്നു പ്രേമിച്ചാൽ എന്തടി പൂങ്കോയിലേ, നിന്നെ കണ്ട് നാളെ തൊട്ട് കേൾക്കാൻ കൊതിക്കുന്നടി, എന്നോടൊന്ന് മിണ്ടിയാൽ എന്തടി പൂങ്കോയിലേ. 55. ഇനി 5 മിനിറ്റ് ഉണ്ടാ? ദൈവമേ, 5 പാട്ട് പാടണം തോന്നുന്നു. പിന്നെന്താ? മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരിപ്പുണ്ട്.
ഭാഗ്യവും അവളാണ്, എൻ്റെ ഇഷ്കിൻ കുടമാണ്, നല്ല സുന്ദരി മോളാണ്. ഒന്ന് ഇനി അടുത്തത് അറിയുന്ന പാട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പാടാം. പിന്നെന്താ, മലക്കാവി പൂരം കാണാൻ അന്നു നമ്മൾ പോയി എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ ഞാൻ. പുണ്യമേന്നാണോ? ദൂരതീരങ്ങളെ എല്ലാരും കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം കാലം. മഴ വരുത് കൂടെ കൊണ്ടുവാ മാനേ ഉൾമാറാ. വെയിൽ വരുത് നിഴൽ കൊണ്ടുവാ മണ്ണാവും. കഴിഞ്ഞ ഓ ഇനി 2 മിനിറ്റ് ഉണ്ട്. 2 പാട്ട് പാടല്ലേ? വേറെ ഒന്നുമില്ല. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, നീ മുത്തുമാല കോർത്തു വെച്ചതാക്കുറി. காதல் வரதா உனக்கு காதல் வரதா கண்கள் மூடி குங்கும் போது தினமும் நானே நினைச்ச வாழுது. 59 1 മണിക്കൂറായി. അപ്പൊ ശരി, ഞാൻ പോകുന്നു ഫ്രണ്ട്സ്. വൈകുന്നേരത്ത് കാണാതെ. അപ്പൊ കമന്റ് വരുമായിരിക്കും. എനിക്ക് വയ്യ. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും, സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ചായയൊക്കെ കുടിക്കും. ചായ കുടിക്കാൻ സമയമായി. 3:30 ആയി തോന്നുന്നില്ലയോ? അപ്പൊ ശരി എന്നാ. ഇത്ര നേരം എൻ്റെ കൂടെ ഈ പിച്ചും പേരും പറഞ്ഞ് മുണിപ്പാട്ടൊക്കെ കേട്ടിരുന്നതിന് വളരെ വളരെ നന്ദിയുണ്ട് ഫ്രണ്ട്സ്. അതിൻ്റെ ഒന്നും എന്താ പറയാ കമൻ്റ് ഒന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ പറയുന്നുണ്ടാവും, നമുക്ക് വട്ടായത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ഇല്ലേ? ശരി പോട്ടെ, സാരല്ല ഫ്രണ്ട്സ്. നമുക്ക് വൈകുന്നേരത്ത് ശരിയാകും. അന്നും ഇതുപോലെ 2-3 മാസത്തിന് മുന്നേ ഇങ്ങനെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് തൊട്ടിട്ട്. പിന്നെ രാത്രി ഒരു 11 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 11 മണി വരെ നമുക്ക് നോക്കാം. ഓക്കെ, വൈകുന്നേരത്ത് കാണാം. ചായ കുടിച്ചിട്ട്.
റീൽസ് ഒക്കെ ചെയ്ത് കാണാവേ. ടാറ്റാ.